ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ICT പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ICT കിൽ സോൺസിനെ പറ്റി. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ICT കൺസെപ്റ്റ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ICT കൺസെപ്റ്റിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ICT ആണെങ്കിലും അല്ലെങ്കിൽ SMC ആണെങ്കിലും പ്രൈസ് ആക്ഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ ഓരോ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അപ്പോൾ ICT പഠിക്കുന്നവർ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ SMC പഠിച്ചവരാണെങ്കിൽ ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൽ പറയുന്നത്. മെയിനായിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് 2 ടൈപ്പാണ്. അപ്പോൾ 2 ടൈപ്പും ഉണ്ട്, 2 കണ്ടീഷനും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മളിപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന വീഡിയോ ബേസ് ഓഫ് ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. അപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു മുകളിലോട്ട് അപ്സൈഡിലോട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നറിയണം. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് 2 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ബുള്ളിഷ് മാർക്കറ്റ് ഷിഫ്റ്റും, സെക്കൻഡ് വൺ ബിയറിഷ് മാർക്കറ്റ് ഷിഫ്റ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബുള്ളിഷ് മാർക്കറ്റ് ഷിഫ്റ്റാണ്. അപ്പം ബുള്ളിഷ് മാർക്കറ്റ് ഷിഫ്റ്റ് കാണുന്നത് ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലാണ്. ഓക്കെ, അതായത് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണോ അല്ലെങ്കിൽ ഒരു ഒരു സപ്പോർട്ടോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു സോണിൽ വന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അതായത് ഇവിടെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ് ഈ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്യുന്നു. അതായത് ഈ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് നമുക്ക് ഒരു മുകളിലോട്ട് ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്വിങ്ങിൽ ഏകദേശം ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിട്ട് നമുക്ക് മുകളിലോട്ട് ഒരു ബുള്ളിഷ് സൈഡ് ഒരു ട്രേഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഷിഫ്റ്റിലോട്ട് മാറണമെങ്കിൽ അവസാനത്തെ ഈ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. ഓക്കെ, ദെൻ നമുക്കൊരു മുകളിലോട്ട് ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്വിങ്ങിലെ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ നമ്മൾ ഈ ബുള്ളിഷ് മാർക്കറ്റ് ഷിഫ്റ്റിൻ്റെ ഒരു സെക്കൻഡ് കണ്ടീഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് തരുന്ന മാർക്കറ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിൽ ആ ഒരു പ്രൈസിൽ മാർക്കറ്റ് എത്തുമ്പോൾ അവിടുന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. പക്ഷെ ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഇവിടെ മാർക്കറ്റ് ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ലോവർ ലോ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ലോവർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയും ദെൻ പിന്നീട് മാർക്കറ്റ് ഈ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഈ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ഒരു ട്രേഡ് ഈ ഒരു സ്വിങ്ങിലെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബിയറിഷ് മാർക്കറ്റ് ഷിഫ്റ്റ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബിയറിഷ് മാർക്കറ്റ് ഷിഫ്റ്റ് കാണുന്നത് ബുള്ളിഷ് മാർക്കറ്റിലാണ്. ഓക്കെ, അതായത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ്
ഒരു ഓർഡർ ബ്ലോക്കിലോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിലോ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണിലോ വന്ന് ടാപ്പ് ചെയ്തിട്ട് താഴോട്ട് പോകുന്നു. താഴോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ഹയർ ലോ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയും ദെൻ നമുക്ക് ബിയറിഷ് സൈഡിലോട്ടൊരു ട്രേഡ് ഈ ഒരു സ്വിങ്ങിലൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ബിയറിഷ് മാർക്കറ്റ് ഷിഫ്റ്റിൻ്റെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഓപ്പോസിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഈ ഒരു കണ്ടീഷൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് വരുന്ന മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഡർ ബ്ലോക്കിലോ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലും വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയും ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ഹയർ ഹൈ ആയിരിക്കും. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് പിന്നീടായിരിക്കും ഈ ഒരു ഹയർ ലോയെ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഹയർ ലോയെ ബ്രേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു സ്വിങ്ങിലൊക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ബുള്ളിഷ് മാർക്കറ്റ് ഷിഫ്റ്റ്, ബിയറിഷ് മാർക്കറ്റ് ഷിഫ്റ്റും അതിൻ്റെ ഒരു രണ്ട് കണ്ടീഷനും ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതിനൊരു 1-2 എക്സാമ്പിൾ കൂടി നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഈ ലെവൽ ഇപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലെത്തി. അവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ വന്നു. ഓക്കെ, ദെൻ ഇവിടെ ടാപ്പ് ചെയ്തു, ഇവിടെ നിന്ന് താഴോട്ട് വന്നു. ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയും ഓക്കെ നെക്സ്റ്റ് ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം, താഴോട്ട് ട്രേഡ് എടുക്കാം. പിന്നെ നമ്മൾ ഈ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്കൊരു നെക്സ്റ്റ് ട്രേഡ് അല്ല നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് കണ്ടെത്താൻ. ഇപ്പോൾ ഇവിടെ എന്താ മാർക്കറ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താ മാർക്കറ്റ് ഹയർ ലോ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു വന്ന മാർക്കറ്റാണ്. ഓക്കെ, ഹയർ ലോ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തെന്ന മാർക്കറ്റ് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്യുകയും ദെൻ ഈ ഒരു സ്വിങ്ങിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് കിട്ടുകയും ചെയ്തു താഴോട്ട്. ഓക്കെ, പിന്നെ ഈ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് വാലിഡ് ആണോ അല്ലയോ എങ്ങനെ കൺഫർമേഷൻ എടുക്കാമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ലോവർ ലോ ലോവർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറി പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ബ്രേക്കായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി നമുക്ക്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റായി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് ഏത് റേഞ്ചിൽ നിന്ന് ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യം, എങ്ങനെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒരു റേഞ്ച് എന്ന് പറയാൻ ഇവിടെയൊക്കെ നല്ല വലിയ റേഞ്ചാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ പിടി കിട്ടത്തില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയെന്ന മാർക്കറ്റാണ്. ഓക്കെ, ഈ ലെവലിൽ ബ്രേക്ക് കിട്ടി ദെൻ മൂവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ,
ഇവിടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റായി ഈ ഒരു സ്വിങ്ങിലായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തുകയും ചെയ്യുന്നു. മുകളിലോട്ട് നെക്സ്റ്റ് ട്രേഡ്സിനുള്ള ഒരു ട്രേഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളിത് മാർക്കറ്റിൽ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നുള്ള കാര്യം നല്ല രീതിയിൽ നിങ്ങൾ നോക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. നെക്സ്റ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടുത്ത സ്വിങ്ങിൽ കണ്ടെത്തുന്നു. ആ ഒരു സ്വിങ്ങിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ട്രേഡ്സ് പുഷ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അവിടെ നമുക്ക് എങ്ങനെ നെക്സ്റ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താം എന്നുള്ള കാര്യവും പിന്നെ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അത് എത്രത്തോളം വാലിഡ് ആവും എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ ട്രേഡ് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ എന്ന് പറയുന്നത് നല്ല റിട്ടേൺ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ട് ഏത് ലെവലിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ട് പോയത് എന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന് നെക്സ്റ്റ് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്ന ഷിഫ്റ്റിൽ നിന്ന് വന്നു, അപ്പോൾ ഇന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.